ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ സെമസ്റ്റർ 6 ഒരു പോമാണ് ഗോലുക്കൊഞ്ച് ബൈ ഷാലിമൻ ഹുസൈൻ. അപ്പം ഈ ഗോലുക്കൊഞ്ച് എന്ന് പറയുന്ന ഒരു പോം എന്ന് പറയുന്നത് ഒരു പോയറ്റ് ഗോലുക്കൊഞ്ചിലേക്ക് വിസിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു പോം. അതായത് ഗോലുക്കൊഞ്ച് എന്ന് പറയുന്ന ഒരു സ്മോൾ വില്ലേജാണ് റൈറ്റ് ഓൺ ദ ബോർഡർ ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു സ്മോൾ വില്ലേജ് ഇൻ ആസാം എന്ന് പറയാം. ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ബോർഡറിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലം. അപ്പം അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ പോമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റ് 2015 NRC പ്രോസസ്സ് നടക്കുന്ന സമയത്ത് പോയിരുന്നു. അപ്പോഴാണ് അവിടുത്തെ പീപ്പിൾ ഒക്കെ ഭയങ്കര പേടിയോടെയാണ് നിന്നിരുന്നത്. അതേപോലെ അവരെ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്നുള്ള രീതിയിലാണ് മാർക്ക് ചെയ്തൊക്കെ ചെയ്തിരുന്നത്. അപ്പോഴാണ് ഈ ഒരു പോം എഴുതാനായിട്ടുള്ളൊരു കാരണവും. അപ്പോൾ നമുക്ക് പോമിലേക്ക് പോവാം. ആഫ്റ്റർ എ ലോങ് ഡ്രൈവ് ഡൗൺ എ റോഡ് ന്യൂലി റേസ്ഡ് ആൻഡ് പ്രൊക്ലൈംഡ് അഗൻസ്റ്റ് ദ റിവർ, we unload our cameras on a rice field, half India, half immigrant. It's 2 weeks past the 26th of January, and they are celebrating. The rain came first, and let me tell you, it was cold. We had to postpone the Republic. His lungi is muddy, his ganji crusted with sweat. Looks like the map of Bangladesh. He laughs, then asks if the camera is on. അപ്പം ഒരു ലോങ് റൈഡാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതും പുതിയതായിട്ടിട്ട റോഡിൻ്റെ ഇതിൽ കൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു റിവറിൻ്റെ അഗൻസ്റ്റായിട്ടൊക്കെയാണ്. ഞങ്ങളുടെ ക്യാമറ അവിടെ അൺലോഡ് ചെയ്തു. അത് റൈസ് ഫീൽഡാണ്. റൈസ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഹാഫ് ഇന്ത്യ ഹാഫ് ഇമിഗ്രൻ്റ് എന്ന് പറയുന്നു. ഈ ജനുവരി 26 കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം 26th of January എന്ന് പറയുന്ന റിപ്പബ്ലിക് ഡേ ആണ്. അത് കഴിഞ്ഞ് 2 വീക്ക് കഴിഞ്ഞു. അവരിപ്പോഴും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന വന്ന സമയമാണത്. എന്നിട്ട് പോലും അവർ സ്റ്റിൽ സെലിബ്രേറ്റിംഗ് എന്നുള്ള രീതിയിൽ. പിന്നെ മഴയാണ് ആദ്യം വന്നത്. അത് ഭയങ്കര തണുപ്പായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ റിപ്പബ്ലിക് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരാളെക്കുറിച്ച് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റൈസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പറ്റിയിട്ടാണ്. അയാളുടെ ലുങ്കി എന്ന് പറയുമ്പോൾ മടി ചെളിയൊക്കെ പുരണ്ടിരിക്കുന്നു. അതേപോലെ ഗഞ്ചി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ബനിയനെ കുറിച്ചിട്ടാണ്. അതൊരു സ്വെറ്റ്, നമുക്ക് വിയർപ്പ് വെച്ച് നമ്മൾ ഒരു ബനിയൻ ഇടുമ്പം ആൾക്കാർ സ്വെറ്റായി കഴിഞ്ഞാൽ ഒരു പാട് പോലെ വരത്തില്ലേ, അതെന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശിൻ്റെ മാപ്പ് പോലെ തോന്നിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു ക്യാമറ ഓൺ ആണോ എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു ബംഗ്ലാദേശിൻ്റെ മാപ്പ് പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് മേ ബി അദ്ദേഹം ഹാഫ് ഇമിഗ്രൻ്റ് ഹാഫ് ഇന്ത്യ ആയിരിക്കാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം വേറെ ഒരു സ്ഥലത്ത് നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് വന്ന് ഇമിഗ്രേറ്റ് ചെയ്ത് വന്നു. അതേപോലെ ഇന്ത്യയിലെ ഒരു പാർട്ടായി മാറി. പക്ഷേ അയാളുടെ കയ്യിൽ പ്രൂഫില്ല ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള. പക്ഷേ ആ പ്രൂഫ് വേണം എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഇനി ഐ സ്റ്റാൻഡ് ഓൺ ദ റേസ്ഡ് ബോർഡർ ടു എൻഡ്ലെസ് ലൈൻസ് ഓഫ് കൺസർട്ടീന, 4 strings on each line, the space in between heaped with more cold wire. I wonder but don't ask if they are electrified. അപ്പം ഒരു റേസ്ഡ് ബോർഡറിലാണ് നിൽക്കുന്നത്. ആ കൺസർട്ടീനയുടെ 2 എൻഡ്ലെസ് ലൈൻസ് ഉണ്ട് കൺസർട്ടീനയുടെ. പിന്നെ ഓരോ ലൈനിലും 4 strings വെച്ചുണ്ട്. പിന്നെ കോയിൽഡ് വയറായിട്ട് ചുറ്റപ്പെട്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ബോർഡർ തിരിക്കുന്നതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ബോർഡർ നമ്മൾ ചെന്ന ഒരു രാജ്യത്തിൻ്റെ ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഇങ്ങനെ വയേഴ്സ് ഉണ്ടാവും. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ബട്ട് എന്നോട് ചോദിക്കല് അത് ഇലക്ട്രിഫൈഡ് ആണോ എന്ന്. നമുക്ക് പറയാം അത് കറണ്ട് ഉണ്ടോ അതിലെന്നൊന്നും അറിയത്തില്ല അല്ലേ. തൊട്ടാൽ അത് ഷോക്ക് അടിക്കുമോ എന്നൊന്നും അറിയത്തില്ല. The border policeman on his bicycle stops, eat his lunch on the grass. He has never cycled across the lines. The air from the other side filtered through the metal screen but doesn't smell different. I had more expectations from my first international border hikers.
There, on that raised mound, were 4 lines of butternut trees mark a rectangle and still ripen every March. Inside that was a home. Our phones catch the signal from the other side. ഒരു പോലീസ്മാൻ, അതായത് ബോർഡർ പോലീസ്മാൻ എന്ന് പറയുന്നത് ഇപ്പോൾ അപ്പുറത്തെ കൺട്രിയിലുള്ള ഒരാളായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ബൈസൈക്കിളിൽ വരുന്നുണ്ട്. അദ്ദേഹം അവിടെ നിർത്തിയിട്ട് ഒരു ഗ്രാസിലിരുന്നുകൊണ്ട് ലഞ്ച് കഴിക്കുന്നുണ്ട്. അദ്ദേഹം ആ ലൈൻ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ടൊന്നും സൈക്കിൾ ചെയ്ത് പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൺട്രി വേറൊരു കൺട്രിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. ആ ഒരു റൂളാണ്. The air from the other side filtered through the metal screen should but doesn't smell different. ഇപ്പം എയർ എന്ന് പറയുമ്പോൾ എല്ലാ കൺട്രിയിലും ഒരേപോലെയാണ്. അപ്പം ഡിഫറെൻ്റ് അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എനിക്ക് കുറേ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബോർഡറാണ്. അതായത് ആദ്യമായിട്ടായിരിക്കാം അവിടെ ആ ഒരു ഇൻ്റർനാഷണൽ ബോർഡറൊക്കെ കാണാൻ വരുന്നത്. അപ്പോൾ കുറേ എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു റേസ്ഡ് മൗണ്ടിൽ ബീറ്റൽനട്ട് ട്രീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബീറ്റൽനട്ട് ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെറ്റില, അതാണ് അവിടെ ഒരു റെക്റ്റാങ്കിൾ പോലെ മാർക്ക് ചെയ്തിരുന്നു. എവറി മാർച്ച് ആകുമ്പം അത് റൈപ്പൺ ചെയ്യുമായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ഹോം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ ഫോണൊക്കെ വേറൊരു സൈഡിലുള്ള സിഗ്നലാണ് ക്യാച്ച് ചെയ്തിരുന്നത്. പിന്നെ ഒരാളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. He feed us country chicken and fish. We sit on his wife's furniture. 5 years old, but the varnish still glossy. The false ceiling and old saree could have been his late mother's, and the door I lean against looks old, so old that it could be the last remnant of the home across the lines. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരാൾ ഞങ്ങളെ ചിലപ്പോൾ ഇവരെ കണ്ടിട്ടാവാം, ഒരാൾ കൺട്രി ചിക്കൻ, അവിടുത്തെ ആ ചിക്കനും ഫിഷും ഒക്കെ ഞങ്ങളെ ഫീഡ് ചെയ്യിപ്പിച്ചിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഫർണിച്ചറിൽ ഞങ്ങളിരുന്നു. 5 വർഷം പഴക്കമുണ്ട്, പക്ഷേ ഇപ്പോഴും അത് തിളങ്ങുന്നുണ്ട്. പിന്നെ ഫോൾസ് സീലിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഫോൾസ് സീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാരി ഇങ്ങനെ മുകളിലിടത്തില്ല, അതാണ് ആ ഓൾഡ് സാരിയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ മുകളിൽ. സീലിംഗ് നമ്മൾ ചെയ്യത്തില്ലേ, അതിന് പകരമായിട്ട് ഈ സാരി വെച്ച് മറയ്ക്കത്തില്ലേ വീടിൻ്റെ മുകളിൽ, അത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആകാം, മരിച്ചുപോയ അമ്മയുടെ ആകാം. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന ഈ ഡോറെന്ന് പറയുന്നത് ഭയങ്കര, ഇത് ഞങ്ങളൊരു ഡോർ ചാരിയാണ് നിൽക്കുന്നത്, അതെന്ന് പറയുന്നത് ഭയങ്കര പഴക്കമുണ്ട്. സോ ഭയങ്കര അത് ഓൾഡാണ്. അതായത് ഈ ലൈനിലുള്ള ഏറ്റവും പഴക്കമുള്ള വീടാണ്. അതേപോലെ ലാസ്റ്റ് റെമനൻ്റ് ഓഫ് ദി ഹോം അക്രോസ് ദി ലൈൻസ് എന്ന് പറഞ്ഞാണ് നമ്മുടെ ഈ പോം നിർത്തുന്നത്. അപ്പോൾ ഇതൊരു ഇമിഗ്രൻറ്റിൻ്റെ ആ ഒരു വില്ലേജിലെ പ്രശ്നത്തെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു പോമിൽ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.